ആഴ്ചയിൽ ഇറച്ചി മീനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മടുപ്പ് പോലെ ആട്ടോ. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും മിക്കതും ഞങ്ങൾക്ക് കിച്ചടി ആയിരിക്കും. അപ്പോൾ കിച്ചടിക്ക് കോമ്പിനേഷനായിട്ട് ഇന്ന് ചോക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോക്കയ്ക്ക് നമ്മൾ വലിയ ബൈഗണൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതായത് വഴുതനങ്ങ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചോക്ക ഉണ്ടാക്കുന്നത് ഇതൊക്കെ ചുടുന്നത് വഴുതനങ്ങയൊക്കെ ചുടുന്നത് നമ്മുടെ ഇവിടെ നമുക്ക് ചാണം ഇതേപോലെ ഇങ്ങനെ ഉണക്കി ഉണക്കി കിട്ടും നമുക്ക്. അപ്പോൾ അതിൽ തീ പിടിപ്പിച്ചിട്ടാണ് ഇവിടുത്തെ ശരിക്കും ചോക്ക ഉണ്ടാക്കുക, അതായത് ഈ വഴുതനങ്ങ വെച്ചിട്ടുള്ള ചോക്ക എന്ന് പറഞ്ഞിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കുക. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല, ഞാനിങ്ങനെ ഗ്യാസ് സ്റ്റൗമിയാണ് പൊള്ളിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇന്ന് ഞാൻ ട്രഡീഷണൽ അവരുടെ രീതിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ആ ചേച്ചി ഉണ്ട് കേട്ടോ, എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ള ചേച്ചിയില്ലേ വീട്ടിൽ, ആ ചേച്ചിയും ഉണ്ട്. അപ്പോൾ ആ ചേച്ചിയാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കിച്ചടിക്കുള്ളത് എല്ലാതും ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ഒന്നുമില്ല കേട്ടോ, കിച്ചടിക്ക് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പച്ചരിയും ചെറുപയർ പരിപ്പും കുറച്ച് മസൂറിൻ്റെ ദാലും കൂടി ഇട്ട് വെളുത്തുള്ളിയും തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒരു 5-6 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക ചെയ്യുക. ഇപ്പോൾ ദേ നമ്മുടെ ആ ചാണത്തിൻ്റെ ആ ഇതില്ലേ റോള് പോലെയാണ് അവർ ഉണ്ടാക്കി തരിക നമുക്ക്. അപ്പോൾ അത് തീയൊക്കെ പിടിച്ച് അത് കനലായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ വഴുതനങ്ങ വെക്കുക. അപ്പോൾ ഈ വഴുതനങ്ങ വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വഴുതനങ്ങ ഒന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെളുത്തുള്ളിയുടെ അല്ലികൾ കയറ്റി വെക്കും. അപ്പോൾ അതും കൂടി ചുട്ട് കിട്ടും. ഇനി ഇതേ ഇപ്പോൾ വഴുതനങ്ങ ഏതാണ്ട് പകുതി മുക്കാലും ആയപ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങ് ഇതേപോലെ തന്നെ രണ്ടായിട്ടൊന്ന് ചെറുതായിട്ടൊരു കട്ട് ചെയ്തിട്ട് വേണം വെക്കണമെങ്കിൽ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ദേ ഇപ്പോൾ വഴുതനങ്ങ ഒക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല പച്ചവെള്ളത്തിൽ ആ വഴുതനങ്ങ ഇട്ട് ഉരുളൻകിഴങ്ങ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചും മറിച്ചിടണം കേട്ടോ. ഉരുളൻകിഴങ്ങ് മാത്രമല്ല വഴുതനങ്ങയും. ഇപ്പോൾ അതേ തക്കാളിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കനലും മതിയല്ലോ തക്കാളിക്ക്, അപ്പോൾ ആ തക്കാളിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദേ വഴുതനങ്ങ ഇതേപോലെ നമുക്ക് വെള്ളത്തിൽ നിന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തൊലി നമുക്ക് സുഖമായിട്ട് പറിച്ച് കിട്ടും. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചുട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ ദേ കണ്ട ഇതേപോലെ കുരു കിട്ടും, വഴുതനങ്ങയുടെ കുരു കിട്ടുമ്പോൾ ഞാനത് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ നല്ല മൂപ്പ് കുറഞ്ഞ വഴുതനങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വാങ്ങാനായിട്ട്. പക്ഷെ എൻ്റെ ഈ പ്രാവശ്യം കുരുവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേ ഉരുളൻകിഴങ്ങും തക്കാളിയും എല്ലാതും കൂടി ചുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കുറച്ച് സബോള ചെറുതായിട്ട് കുനുകുന അരിഞ്ഞതും പച്ചമുളകും പിന്നെ മല്ലിയിലയും കടുകെണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം മാഷ് ചെയ്തെടുക്കണം. ഞാൻ കൈകൊണ്ടാണ് ചെയ്തത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടും ചെയ്യാം. അതേ ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ചോക്ക. കിച്ചടിയും ചോക്കയും ഒരു കഷ്ണം മാങ്ങച്ചാറ്, ഹിന്ദിക്കാരുടെ മാങ്ങച്ചാറും കൂടി കടിച്ചു കഴിഞ്ഞാലേ സൂപ്പറാണ് കേട്ടോ. നമ്മുടെ വയറിനും ഇത് നല്ലതാണ്.